എൻ്റെ പേര് നവനീത് ഫിലിപ്പ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഞാൻ 10 വരെ പഠിച്ചത് ദേവഗിരി സീമ പബ്ലിക് സ്കൂളിലാണ്. +1 +2 റെസിഡൻഷ്യൽ ബാച്ചിൽ മാന്നാനത്തായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ റീനു മിസ് ആയിരുന്നു. കോർഡിനേറ്റർ ബിജു സാറായിരുന്നു. എൻ്റെ നീറ്റ് സ്കോർ 695 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 2493. എനിക്ക് ഈ വിജയം കിട്ടാൻ സാധിച്ചത് എൻ്റെ ക്ലാസ് ടീച്ചറും ബ്രില്യൻ ഓൾ ഫാമിലിയും കാരണം മാത്രമാണ്. എനിക്ക് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നപ്പം അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ അച്ഛൻ റിട്ടയർഡാണ്, റിട്ടയർഡ് ടീച്ചറാണ്. അച്ഛനിപ്പം KET കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. അമ്മ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യാണ്. ചേട്ടനുണ്ട്. ചേട്ടൻ എന്താ പറയുക, ഇപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കോഴ്സിന് വേണ്ടി പഠിക്കുകയാണ്. ചേട്ടൻ വഴിയാണ് ഞാൻ ബ്രില്യനിൽ അറിയുന്നത്. ചേട്ടൻ അവിടെ എന്താ പറയുക JEE മെയിനും JEE അഡ്വാൻസും കോച്ചിങ് ആയിട്ട് മാന്നാനത്ത് തന്നെയായിരുന്നു. ചേട്ടൻ അതിനുശേഷം NIT സൂരത്തിൽ BTech കഴിഞ്ഞായിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരുന്നു ഞങ്ങൾ ബ്രില്യൻ്റ് ചൂസ് ചെയ്യാൻ തന്നെ കാരണം. ആ ചോയ്സ് എപ്പോഴും റൈറ്റ് ആയെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. +1 ആദ്യം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ആ ചോയ്സിനെ പറ്റി ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെയായിട്ടും. കാരണം അവിടെ എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പലപ്പോഴും ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്താ പറയുക, ഫുൾ എൻജോയ്മെൻറ്റോടെ നമുക്ക് പഠിക്കാനും അതിനുള്ള ആവശ്യ സാധനങ്ങളെല്ലാം അവർ നടപ്പാക്കിയിരുന്നു. പിന്നെ അവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഹോസ്റ്റൽ വാർഡന്മാരായ രാജേഷ് സാർ, പിന്നെ അമൽ സാർ, ജോസഫ് സാർ, അവരൊക്കെ എപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. എപ്പോൾ നമുക്ക് എന്ത് മാർക്ക് കുറഞ്ഞാൽ നമുക്ക് സങ്കടങ്ങളുണ്ടെങ്കിലും അത് മനസ്സിലാക്കി നമ്മൾ പോയി പറയപ്പോലെ വേണ്ടായിരുന്നു. അവരടുത്ത് വന്ന് നമുക്ക് എന്താണ് പ്രശ്നം, എന്തെങ്കിലും ചെയ്യണോ, അച്ഛനമ്മയും വിളിക്കണോ, എല്ലാ സംഭവത്തിനും അവർ കൂട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറെ റീനു മിസ്സിൻ്റെ സപ്പോർട്ട് നമുക്ക് ഒട്ടും ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. മിസ്സ് ആദ്യം തൊട്ട് അവസാനം വരെ എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾക്ക് മാർക്ക് എങ്ങനെയാണ് കൂടുക, എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടാണോ കുറഞ്ഞു പോയത്, എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. പിന്നെ ബിജു സാറ് അവസാനം ഈ എക്സാമിനാവുന്നതിന് മുമ്പ് തന്നെ ബിജു സാർ അടുത്ത് വന്നിട്ട് പറയായിരുന്നു, നിനക്ക് പറ്റും, നീ ഒന്നും വിഷമിക്കേണ്ട, നിനക്ക് നല്ലൊരു കോളേജ് കിട്ടും, 100% ഞങ്ങൾക്ക് ഉറപ്പാണ്, നീ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മതി എന്ന് പറയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസോട് കൂടെ എക്സാം എഴുതാൻ പറ്റി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. എനിക്ക് ടെൻഷൻ ഇല്ലാതെ നല്ല കോൺഫിഡൻസോടെ എക്സാം എഴുതാൻ പറ്റി. പിന്നെ ബ്രില്യൻറ്റിലെ സ്റ്റാഫ്, ടീച്ചർമാരായിട്ട് നല്ല അടിപൊളി പ്രൊഫസർമാരും, നമുക്കിങ്ങനെ ക്ലാസ് കേൾക്കാൻ എപ്പോഴും തോന്നിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു. നമുക്ക് ഡൗട്ട് ചോദിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. കാരണം അവർ അത്ര ഫ്രണ്ട്ലിയോടെ നമ്മുടെ കാര്യങ്ങൾ നടപ്പാക്കുമായിരുന്നു. പിന്നെ എന്താ പറയുക, അതിൽ ഡൗട്ട് ക്ലിയറിങ് സെഷൻസൊക്കെ അടിപൊളിയായിട്ട് നടക്കുമായിരുന്നു. ഈ ശനിയാഴ്ച ഞായറാഴ്ചയും നമ്മൾ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ എന്താ പറയുക, എപ്പോഴെപ്പോഴും നമുക്ക് എന്താ പറയുക ഡൗട്ട് ക്ലിയർ ആണെങ്കിൽ അവർ സാറന്മാർ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം അവിടെ ഇരിക്കുമായിരുന്നു. അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് എപ്പോഴും ഡൗട്ട് ചോദിക്കുമായിരുന്നു. അവരെല്ലാം ഉത്തരം പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ബ്രില്യൻ്റ് ടാബ്, അതിൽ ലേണിംഗ് ആപ്പ് ഏറ്റവും എനിക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റി. അവസാന സമയങ്ങളിൽ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത അവസാന സമയത്ത്. അപ്പോൾ ഈ മോഡൽ ദിവസവും 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാൻ വേണ്ടി ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഭയങ്കര ഉപകാരമായിരുന്നു. പ്രിപ്പറേറ്ററി മോഡലായാലും എല്ലാം ഭയങ്കര നല്ല ഫസ്റ്റ് ക്ലാസ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നീറ്റിന് ശരിക്കും ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് തോന്നിപ്പോകും ചിലപ്പം. ആ രീതിയിലായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഘടന. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ബ്രില്യൻ്റ് എക്സാം രീതി തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ആ ഒരു ടൈറ്റ് ഷെഡ്യൂളിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പഠിത്തം അങ്ങനെ നമുക്ക് മിസ് ചെയ്ത് തോന്നുന്നില്ല. ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ആ പഠിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് പോകാൻ നമുക്ക് എപ്പോഴും തോന്നും. അപ്പോൾ ആ പഠിത്തം ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആ എക്സാംസ് നല്ല ഉപകാരപ്പെടുമായിരുന്നു. അപ്പം ഇനിയുള്ള പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് അത് തന്നെയാണ് പറയാറ്. ബ്രില്യൻ്റ് നല്ലൊരു ചോയ്സ് തന്നെയാണ്, അത് ഉപയോഗപ്പെടുത്തുക. 2025 നീറ്റ് എഴുതുന്നവർക്ക് ബ്രില്യൻ്റ് ചോയ്സ് നല്ലൊരു ചോയ്സാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവർ അധ്വാനിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ബ്രില്യൻ്റ് നോക്കിയോളും. ബ്രില്യൻ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിച്ചാൽ മാത്രം മതി. താങ്ക് യു. പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ 2 കുട്ടികളും, മൂത്തയാളും നിതിൻ ഫിലിപ്പ്, അതുപോലെ നവനീത് ഫിലിപ്പ്, 2 പേരും ബ്രില്യൻറ്റിൻ്റെ സ്റ്റുഡൻസാണ്. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ഇവർക്ക് നൽകിയ ആ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അത് വളരെ ഇഫക്റ്റീവായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ പെർഫോമൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ ബ്രില്യൻറ്റിൻ്റെ ഫാമിലി, സ്റ്റാഫ്, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ KE സ്കൂളിൻ്റെ സേവനങ്ങളും ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ഒരു വിജയം 2 പേർക്കും നേടിയെടുക്കാൻ സാധിച്ചത്, പ്രത്യേകിച്ച് നവനീതിൻ്റെ ഈ നീറ്റിലെ ഈ നല്ല സ്കോർ
നേടിയെടുക്കാൻ സാധിച്ചതിൽ ബ്രില്യൻ്റ് സഹായിച്ച സേവനങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വളരെ അഭിമാനിക്കുന്നു. അതുപോലെ ബ്രില്യൻറ്റിനോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.